ഹായ് ഗൈസ്, നമ്മളിന്ന് മോരുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, പച്ചമുളക് 3 എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ ജീരകം ഒരു നുള്ള്, നീളത്തിലരിഞ്ഞ ഇഞ്ചി. ഇത്രയും ചേരുവകളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. തേങ്ങ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുക. വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം കടുക് പൊട്ടിക്കുക, വേപ്പില ഇടുക. അതിനുശേഷം പൈനാപ്പിളും പച്ചമുളകും ഇട്ട് ഇത്തിരി മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക, ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് തിളക്കണം. തിള വന്നതിന് ശേഷം മോരില്ലെങ്കിൽ തൈരായാലും മതി. ഇത് തൈരാണ്. തൈര് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാനത് എടുത്ത് വെച്ചിരിക്കുകയാണ്. തിള വന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. തിളയ്ക്കുന്നുണ്ട്, അപ്പോൾ തൈര് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി ഇറക്കണം. എന്നിട്ട് വീണ്ടും ചീനച്ചട്ടി വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, ഇത്തിരി കടുക് പൊട്ടിക്കുക. എന്നിട്ട് അതിൽ ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇത്തിരി മുളക് പൊടി ഇട്ട്, മുളക് പൊടി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കറിയുടെ മുകളിലോട്ട് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. വേപ്പില വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ഒന്ന് മൂപ്പിച്ചിടായിരുന്നു. ഞാൻ ആദ്യം തന്നെ അത് വേപ്പില ഇട്ടത് കൊണ്ടാണ് വീണ്ടും വേപ്പില ഇതിൽ ഇടാതിരുന്നത്. നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വരാം. ഓക്കെ, ബൈ ബൈ, സീ യു.